എന്താണെന്ന് നമുക്കറിയാം. ഇന്ന് നമ്മുടെ കർത്താവായ യേശുവിന്റെ ജനനം ഇന്നാണ് നമ്മൾ വിശ്വസിച്ച് ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. ഇന്നത്തെ ഒന്നാം പാഠഭാഗമായി വായിച്ച യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ ആ വെളിച്ചം ശോഭിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്ന ഇരുട്ട് എന്നുള്ളത് പാപം എന്നുള്ള അർത്ഥത്തിലാണ്. ഈ പാപത്തിൽ നടന്ന ജനത്തെ അവരുടെ ആ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി യെശയ്യാ പ്രവാചകൻ യേശുവിനെ കുറിച്ചാണ് ഈ പ്രവചിക്കുന്നത്. ആ പാപത്തിൽ നടന്ന ജനത്തിന്റെ ആ രക്ഷയ്ക്കും ആ വിടുതലിനും വേണ്ടിയാണ് ഈ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. ആ രക്ഷയുടെ ആ യേശു കർത്താവ് വന്ന ആ ദിനത്തിനെയാണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നു, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. സ്വാഭാവികമായിട്ടും ഇരുട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വെളിച്ചം കണ്ടാൽ അങ്ങോട്ട് മാറി നിൽക്കും. അതുപോലെ തന്നെ പാപത്തിൽ നിന്നുള്ള ആകർഷണം എന്നാണ് ഇപ്പോൾ ഇരുട്ടിൽ നിന്നുള്ള അർത്ഥം. ആ പാപത്തിൽ നിന്നുള്ള ആകർഷണത്തെ വിട്ടുമാറി യേശുവിലേക്കുള്ള അല്ലെങ്കിൽ ആ വെളിച്ചത്തിലേക്കുള്ള ആ അടുപ്പ് അങ്ങോട്ട് പോകുവാനുള്ള സ്വഭാവം നമുക്ക് ഉണ്ടാവും. ഈ ഇരുട്ടിൽ യേശുവിനെ ഉള്ളത്തിലുള്ള ഒരാൾക്ക് ഇരുട്ടിലൂടെ പോകാൻ സാധ്യമല്ല. അയാൾക്ക് എപ്പോഴും യേശു ആ ദൈവം നമുക്ക് ആ പാപങ്ങളെ വെളിച്ചത്തിലാക്കി തരും. അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ യെശയ്യാ 1:6 എങ്ങനെ എഴുതിയിരിക്കുന്നു: നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇവിടെ എഴുതിയിരിക്കുന്നത് യെശയ്യാ പ്രവാചകൻ വീണ്ടും പ്രവചിക്കുകയാണ്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ഇവിടെ നമുക്കറിയാം ഒരു മകൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്നത് മഹാസന്തോഷമാണ്. ആ സന്തോഷമാണ് നമ്മൾ ഈ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, കൊണ്ടാടുന്നത്. ആ സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി തന്നെത്താൻ യാഗമായി അർപ്പിക്കുവാൻ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. നമ്മുടെ പാപങ്ങൾ നീക്കി നമുക്ക് നിത്യജീവൻ എന്ന രക്ഷ അല്ലെങ്കിൽ ആ വാഗ്ദത്തം നമുക്ക് നൽകുവാൻ വേണ്ടി യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു. അതാണ് നമ്മൾ ക്രിസ്മസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം. യെശയ്യാ പ്രവാചകൻ ഇവിടെ ധാരാളം പേർ ഇവിടെ നൽകിയിരിക്കുന്നു. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ഇതെല്ലാം യേശുവിനെ കുറിച്ചാണ്. യേശുവിനെ കുറിച്ച് ദൈവത്തിന്റെ തേജസ് നമ്മൾ പ്രവചിക്കുന്നവരാണ് യെശയ്യാവ്. അവനെ ദൈവമാണ് ശുദ്ധീകരിച്ചത്. അവൻ തന്നെ അശുദ്ധി മനസ്സിലാക്കി ദൈവത്തോട് നിലവിളിച്ചത് ദൈവം ശുദ്ധീകരിച്ചുള്ളതാണ്. ആ യെശയ്യാ പ്രവാചകനാണ് ദൈവത്തിന്റെ അരുളപ്പാട് ഇവിടെ വിവരിക്കുന്നത്. നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് ഇരുട്ടിൽ അത്രയ്ക്കൊരു ഇരുട്ടിൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഇരുണ്ട കാലഘട്ടത്തിൽ, ഇസ്രായേലിന് മേൽപ്പാൻ തലവനില്ലാതിരുന്ന കാലത്തിൽ ദൈവം സ്വയം മനുഷ്യരൂപം എടുത്ത് ഈ ഭൂമിയിൽ വന്നു. അതാണ് ക്രിസ്മസ് ആയിട്ട് ആ ദിവസത്തിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചു. ആ ദിവസമാണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. ഇവിടെ 2-ാം വാക്യത്തിലെ ഇരുട്ട് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആ പാപത്തെയാണ്. ആ പാപത്തെ തോൽപ്പിക്കുവാനായിട്ട് ആ വെളിച്ചം വെളിച്ചം വരുമ്പോൾ ഇരുട്ട് ഇല്ലാതാവുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ യേശു വരുമ്പോൾ പാപം ഇല്ലാതാക്കാനാണ് യേശു വന്നത്. നമ്മുടെ ഉള്ളത്തിൽ യേശു ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാപം മാഞ്ഞു പോകും. അതുപോലെ തന്നെ യേശു കർത്താവ് ജനിച്ചത് ബെത്ലഹേമിലാണ്. യഹൂദ ഗോത്രക്കാർക്ക് വിഭാഗിച്ചു കൊടുക്കപ്പെട്ട ഒരു ദേശമാണ് ബെത്ലഹേം. അതിനെക്കുറിച്ച് പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്: യഹൂദ ദേശത്തിന്റെ ബെത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. നിന്റെ ജനത്തെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. യേശു കർത്താവിന്റെ ജനനം ബെത്ലഹേമിലായിരുന്നു. കാരണം യഹൂദ ഗോത്രത്തിന് വിഭാഗിക്കപ്പെട്ട് കൊടുത്തതാണ്. യഹൂദ ഗോത്രക്കാരനായിരുന്നു. ദൈവം യഹൂദ ഗോത്രത്തിലാണ് വന്നത്. ദാവീദിനെ എന്ത് കാരണമുണ്ട്? ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടുവെന്ന് ദൈവം സാക്ഷി പറഞ്ഞു. ദാവീദിന്റെ ഗോത്രത്തിൽ തന്നെയാണ് യേശു കർത്താവ് പിറന്നത്. നമ്മൾ യേശു കർത്താവിനെ ഉള്ളത്തിൽ കൈക്കൊള്ളുമ്പോൾ നമ്മളിൽ കൂടി തന്നെ സമൂഹം നല്ലതാവും. അതുപോലെ തന്നെ അതാണ് ഇവിടെ സംഭവിച്ചത്. യേശു കർത്താവിന്റെ ജനനം മൂലം ആ ദേശം
മഹാസന്തോഷമുണ്ടായി. നമ്മൾ ഇന്ന് തൊട്ട് ഒരു പ്രതിജ്ഞ എടുക്കണം.